എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിൽ, കേരളത്തിൽ, അതുപോലെ ശ്രീലങ്കയിൽ വളരെ പോപ്പുലറായിട്ടുള്ളതും വളരെ ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതായ ഒരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അത് പിന്നെ മറ്റൊന്നുമല്ല, നമ്മുടെ കൊഴുക്കട്ടയാണ്. ഇത് ഇപ്പോഴത്തെ ജനറേഷൻ പഴയ ജനറേഷൻ ഇത് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ അറിയാൻ വയ്യാത്ത കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ആക്ച്വലി ഈ കൊഴുക്കട്ടയുടെ പിന്നിൽ പല മിത്തുകൾ അല്ലെങ്കിൽ ഐതിഹ്യങ്ങൾ ഉണ്ട്. അതായത് എസ്പെഷ്യലി കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് ഇന്നത്തെ ദിവസത്തെ അറിയപ്പെടുന്ന കൊഴുക്കട്ട സാറ്റർഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതായത് യേശുക്രിസ്തു ഫാസ്റ്റിംഗ് ചെയ്ത് 40 days കഴിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും, അതുപോലെ തന്നെ അതിനെ തുടർന്ന് 10 ദിവസം, അതായത് ഹോളി വീക്കിൻ്റെ മുന്നോടിയായിട്ട് പാം സൺഡേ അല്ലെങ്കിൽ പാം സൺഡേക്ക് മുമ്പായിട്ട്, അതായത് ഓശാന പെരുന്നാളിന് മുമ്പുള്ള ദിവസം, അതായത് ലെൻഡ് സ്റ്റാർട്ട് ചെയ്ത് 41ാമത്തെ ദിവസമാണ് കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് ഇതിനെ കൊഴുക്കട്ട ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ ഈസ്റ്റേൺ ചർച്ചസിൽ ഇവർ ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലാസറസ് സാറ്റർഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഉള്ള ഐതിഹ്യം അല്ലെങ്കിൽ മിത്ത് എന്ന് പറയുന്നത്, അതായത് ബെഥാനിയിലെ മരിച്ച ലാസറിനെ യേശുക്രിസ്തു ഉയർപ്പിച്ചു എന്നതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അവർ ഈ ദിവസത്തെ ലാസറസ് സാറ്റർഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇതല്ലാതെ പല ഐതിഹ്യങ്ങൾ അല്ലെങ്കിൽ മിത്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ കൊഴുക്കട്ട നല്ല രീതിയിൽ, സോഫ്റ്റായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കൊഴുക്കട്ടയ്ക്കായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് റോസ്റ്റഡ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, പാലപ്പത്തിൻ്റെ അരിപ്പൊടി. അത് പാക്കറ്റിൽ കിട്ടിയതാണ്. ഞാനത് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. കൂടുതൽ സമയം വേണ്ട, ഓൾറെഡി അത് റോസ്റ്റ് ചെയ്തതാണല്ലോ. ഇത് 2 മിനിറ്റ് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ. ഇത് നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം. ഇനി നമ്മളൊരു പാത്രത്തിനകത്ത് 1 കപ്പ് ഫ്ലോറിന് 1 കപ്പ് വെള്ളം, അത് ഡിപ്പെൻസ് ഓൺ ചിലതിന് അല്പം കൂടെ വെള്ളം വേണ്ടി വരും. അതായത് 1 തൊട്ട് 1.25 കപ്പ് വരെ ചില പൊടികൾക്ക് വേണ്ടി വരും. ഞാനിവിടെ ആക്ച്വലി 1 കപ്പും 2 ടേബിൾ സ്പൂൺ വാട്ടറൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോയിൽ ചെയ്യാം. ഇതിലേക്ക്, ഈ വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ. വെള്ളം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിളച്ച വെള്ളം മാറ്റിയിട്ട് ഞാനിത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തതായ പൊടിയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അത് നന്നായിട്ട് ഈ പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് അത് പരുവത്തിൽ എടുക്കുക. എനിക്ക് അല്പം കൂടെ വെള്ളം വേണം. ഞാൻ അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ്. അത് ബോയിൽഡ് വാട്ടറാണ്, ഇത് തിളച്ച വെള്ളം തന്നെയാണ്.
ഞാൻ പറഞ്ഞ പോലെ ചില പൊടിക്ക് 1 കപ്പിന് 1 കപ്പ്, ചിലത് 1 കപ്പ് 1/4 കപ്പ്. അത് ഞാൻ അത് പിന്നെ ഇപ്പം ചിലതിന് 1.5 കപ്പ് വെള്ളം വരെ പോകും. ഞാൻ അല്പം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 1.25 കപ്പ് വെള്ളമായിട്ടുണ്ട്. മാവ് ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിപ്പം നല്ല ചൂടായതുകൊണ്ട് കൈവച്ച് അത് ഇളക്കാൻ പാടായതുകൊണ്ട് നമുക്കൊരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. ആ സമയത്തിനുള്ളിൽ നമുക്കിതിൻ്റെ ഫില്ലിങ്സ് ചെയ്യാം. ഇനി ഫില്ലിങ്സിനായിട്ട് വേണ്ടിയതായത് ഇവിടെ ഞാൻ ഒരു 1/4 കപ്പ് നേരത്തെ ശർക്കര ഉരുക്കിയത് ചേർക്കുന്നു. 1/4 തൊട്ട് 1 കപ്പ് വരെ യൂസ് ചെയ്യാം. മധുരം അവരവരുടെ ഇഷ്ടമാണ്. ഞാനിവിടെ അതാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ഞാനത് ഉരുക്കി വെച്ചിരുന്നതാണ്. അഴുക്കൊന്നുമില്ല, ക്ലീനായിട്ടുള്ള ഇതാണ്. ഇതൊന്ന് അല്പം ഒന്ന് പറ്റിക്കോട്ടെ. ശർക്കര ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1 കപ്പ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ കൂടുതൽ കോക്കനട്ട് നന്നായിട്ട് യൂസ് ചെയ്യണം. 1.25 കപ്പ് വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ശർക്കരയ്ക്കകത്ത് ഏകദേശം വെള്ളം എല്ലാം പറ്റി ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഇതിൻ്റെ ആ വെള്ളം ആ കോക്കനട്ട് അബ്സോർബ് ചെയ്ത് ഡ്രൈ ആയിക്കോളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് കാർഡമം പൗഡർ, ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂണ് ജീരക പൗഡർ, 1/4 ടീസ്പൂണ് ചുക്കുപൊടി ഇത് ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അരയില്ല അല്പം നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇത് തിക്കിൽ നല്ല പരുവത്തിൽ വരും. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ സ്റ്റവെല്ലാം ഓഫ് ചെയ്തു. ഇതതിൻ്റെ പരുവായി. ഇച്ചിരി കഴിയുമ്പോൾ അത് നന്നായിട്ട് വന്നു. തണുപ്പ് അതൊന്ന് കൂളാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലേക്ക് തിരിച്ചു പോകാം. മാവ് ചെറിയ ചൂടോടുകൂടെ നന്നായിട്ട് ഇത് ഒരു 5 to 8 അല്ലെ ഒരു 5 മിനിറ്റ്സ് എങ്കിലും എടുത്ത് നന്നായിട്ട് ഇത് കുഴച്ച് നല്ല സോഫ്റ്റാക്കി നമ്മൾ എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. മാവ് നല്ലതായിട്ട് ഒരു 5 മിനിറ്റ്സ് മേലെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചു ഈ രൂപത്തിലാക്കി. ഇതിൽ നിന്ന് നമ്മൾ ആവശ്യാനുസരണമുള്ള സ്മോൾ ബോളുകളാക്കിയിട്ട് വീണ്ടും നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് മാറ്റി ബാക്കിയൂടെ ചെയ്യുക. ഞാൻ ആ മാവെല്ലാം ഈക്വൽ സൈസ് ബോളാക്കി ഇവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഫില്ലിങ് വെക്കാവേ. ഒരെണ്ണം എടുക്കുക. ജസ്റ്റ് വാട്ടറിനകത്ത് ഏലം ചൂടുവെള്ളത്തിനകത്ത് നമ്മുടെ തമ്പ് ഫിംഗർ തള്ളവിരൽ വെക്കുക. മുക്കിയ ശേഷം ഇങ്ങനെ എല്ലാം അതിൻ്റെ തിക്നെസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ വെള്ളം മുക്കുക. എന്നിട്ട് അതിൻ്റെ തിക്നെസ് എല്ലാം ഈക്വലായിട്ട് വരത്തക്കവണ്ണം ഇത് എങ്ങനെ ഷേപ്പാക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിനകത്ത് തമ്പ് മുക്കി ഈവൻ ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായ ഫില്ലിങ്സ് ഇത് അതിനകത്തോട്ട് വെക്കുക. എന്നിട്ട് പിന്നെ അത് ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് ചെയ്യുമ്പോഴും ഈ ക്രാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഫിംഗറിനകത്ത് വെള്ളം മുക്കിയിട്ട് അത്
പതുക്കെ പ്രസ് ചെയ്യാവുള്ളൂ, കാരണം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ സ്ലോ ആയിട്ട് അതിനെ ഷേപ്പ് ചെയ്ത് എടുക്കുക. കൊഴുക്കട്ടയ്ക്കകത്തെല്ലാം ഫില്ലിംഗ് ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റീമർ വെക്കുക, അല്ലെങ്കിൽ ഇഡ്ഡലി കുക്കർ, ഒരു സ്റ്റീമർ അല്ലെങ്കിൽ ഇഡ്ഡലി കുക്കർ വെക്കുക. അതിനകത്ത് ഒരു എന്നിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് ഒരു ഇത് മൂടി വെച്ച് സ്റ്റീം വന്നിട്ടുണ്ട്. സ്റ്റീം വന്ന് ഇതിനകത്താണ് വെക്കേണ്ടത്, അപ്പച്ചെമ്പിനകത്താണ് വെക്കേണ്ടത്. എന്നിട്ട് ഇത് മൂടി വെച്ച് അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 to 20 minutes വെക്കുക. അപ്പോഴത്തേക്ക് അത് കുക്കാവും. നമ്മൾക്ക് കൊഴുക്കട്ട കുക്കായോന്ന് നോക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് 15 minutes കഴിഞ്ഞു. ഏകദേശം 18 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇത് ഇനിയും ഉടനെ ഇതിനകത്തുനിന്ന് ഞാൻ മാറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് അതൊന്ന് തണുക്കട്ടെ. അങ്ങനെ ഇവിടെ നമ്മുടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് തരണം, കമൻറ്റ് പറയണം. പിന്നെ ഇനി ഒരു വീഡിയോ, പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ? താങ്ക് യു.